ഇന്നും യേശുവിനോടുകൂടെ എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വന്ദനം ചൊല്ലുകയും ചെയ്യുന്നു. ഈ ആത്മീയ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ദയവായി മറ്റുള്ളവർക്ക് കൂടി കേൾക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 16-ാം വാക്യം വായിക്കട്ടെ. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നുപോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതും ഇല്ല. മറ്റുള്ള പല പ്രവാചകന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരാളായിരുന്നു പ്രവാചകനായ ഏലിയാവ്. ഇപ്പോൾ നമ്മൾ കുറിവാക്യമായി വായിച്ച ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്ന ഏലിയാവ് വളരെ ധൈര്യത്തോടെ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന ആളാണ്. ആരംഭത്തിലെ താൻ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഴയോ മഞ്ഞോ ഉണ്ടാവുകയില്ല. ഈ പ്രസ്താവനയ്ക്ക് മുമ്പ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദം ഏറ്റവും ശ്രദ്ധേയമാണ്. അത് ഇങ്ങനെയാണ്: ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയാണ് എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യം താൻ ഓർമ്മിപ്പിക്കുന്നത്. അതായത് എല്ലാറ്റിനും മുമ്പേ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തത്തക്ക നിലകളിലാണ് താൻ ആരംഭം കുറിച്ചത്. പുതിയ നിയമത്തിൽ യാക്കോബ് അപ്പോസ്തലൻ ഏലിയാവ് പ്രവാചകനെക്കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവന ഏറ്റവും ശ്രദ്ധേയമാണ്. ഇങ്ങനെയാണ് താൻ പറഞ്ഞിരിക്കുന്നത്: ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ? അതായത് നമ്മൾ ഇപ്പോൾ വായിച്ച ഈ കുറിവാക്യത്തിൻ്റെ മുമ്പിൽ ഈ 17-ാം അധ്യായത്തിൻ്റെ പ്രാരംഭത്തിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഏലിയാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്ന കാര്യം അവിടെ താൻ പ്രാർത്ഥിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. നോക്കൂ, ആരെയും കാണിക്കാനായിരുന്നില്ല തൻ്റെ പ്രാർത്ഥന എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണിത്. തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു രഹസ്യ സ്വഭാവമുണ്ടായിരുന്നു. എന്നാൽ അത് ദൈവത്തിന് നന്നേ മനസ്സിലാവുകയും അറിയുകയും ചെയ്യുമായിരുന്നു. ഒരുപക്ഷെ യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, നമുക്ക് എന്തെങ്കിലും നിലയിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു. എന്തെന്നോ, പ്രാർത്ഥിക്കാതെ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്ന്. യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്ന്. ആരോടാ അത് പറഞ്ഞെന്നറിയാമോ? ക്രിസ്തു ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. പ്രാർത്ഥനാവീരന്മാരായ ശക്തന്മാരായ അപ്പോസ്തലന്മാരോടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞാൽ മതി അത് സംഭവിക്കും എന്ന് വെച്ച് നമ്മൾ പറഞ്ഞാൽ സംഭവിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കുറവാണ്, പറച്ചിൽ ഒരുപാട് കൂടുതലാണ്. ഏതൊരു വ്യക്തി പ്രാർത്ഥനാനുഭവത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറുണ്ടോ, ആ വ്യക്തിയുടെ വാക്കുകൾക്ക് ദൈവത്തിൻ്റെ വാക്കുകളെപ്പോലെ തന്നെ പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്നുള്ളത് യാതൊരു സംശയമില്ലാതെ എനിക്ക് പറയാൻ കഴിയും. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചോട്ടെ. അതായത് താൻ പറഞ്ഞത് മഴ പെയ്യാതിരിക്കണമെന്നല്ല, പ്രാർത്ഥനയിൽ താൻ അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി ഞാൻ ആവർത്തിക്കുന്നു: ഏലിയാവ് പ്രാർത്ഥിച്ചതായിട്ട് ഈ 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഏലിയാവിൻ്റെ പ്രാർത്ഥന വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പരസ്യമായിട്ട് അത്രയൊക്കെ കണ്ടാൽ മതി രഹസ്യത്തിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ. 4 ആളെ കേൾപ്പിക്കാനും കാണിക്കാനും എന്തെങ്കിലും പറയുന്ന വാക്കുകളല്ല പ്രാർത്ഥന. കൃത്യമായി പ്രവചനം നടത്തി എന്നുള്ള ഒറ്റ കാരണത്താൽ താൻ പിന്നത്തേതിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. കാരണം എന്തെന്നോ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴയോ മഞ്ഞോ ഉണ്ടാവുകയില്ല എന്ന് താൻ പറഞ്ഞതിൻ്റെ അനന്തരഫലം തൻ്റെയും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. അതായത് ദൈവം ഏലിയാവിനെ കെരീത്ത് തോട്ടിനരികെ കൊണ്ടിരുത്തിയിട്ട് തൻ്റെ ഭക്ഷണ ക്രമീകരണങ്ങളെല്ലാം നിലയിൽ ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദേശത്ത് മഴ പെയ്യായികയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ദൈവം പറയുന്ന പോലൊക്കെ ചെയ്തിട്ടും എൻ്റെ കാര്യം ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പരാതി പറയുന്നവരുടെ ഇടയിൽ ഏലിയാവ് വ്യത്യസ്തനാവുകയാണ്. യാതൊരു പരാതിയും പരിഭവമില്ലാതെ കരീത്ത് തൊട്ടിൽ പോയിരിക്കുകയാണ്
കാക്കയുടെ വരവ് നോക്കി. എന്നാൽ തോട് വറ്റിക്കഴിഞ്ഞപ്പോഴും തനിക്ക് ആവലാതിയില്ല, പരാതിയില്ല, അങ്കലാപ്പില്ല. കാരണം തനിക്ക് ഉറപ്പുണ്ട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. നമ്മൾ സേവിക്കുന്ന സർവശക്തനായ ദൈവത്തെ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഭാരപ്പെടേണ്ട. വിഷയങ്ങളുടെ മേലൊക്കെ തക്ക സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുദിനം ആവശ്യമതെല്ലാം തന്ന് ഞങ്ങളെ നടത്തുന്നതോർത്ത് സ്തോത്രം. തിരുക്കര നെട്ടി പിന്നെ ഞങ്ങളെ സഹായിക്കണമേ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിക്കൽ